കനത്ത മഴയിൽ കൊച്ചി നഗരം മുങ്ങി. 2.5 മണിക്കൂറിനിടെ കളമശ്ശേരിയിൽ പെയ്തത് 150 മില്ലിമീറ്റർ മഴ. ലഘു മേഘവിസ്ഫോടനമെന്ന സൂചന നൽകി ക്യുസാറ്റിലെ കാലാവസ്ഥാ പഠന വിഭാഗം. കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും രൂക്ഷമാണ്. തൃക്കാക്കരയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. കാക്കനാട് ഇൻഫോ പാർക്ക് വീണ്ടും മുങ്ങി. തെക്കൻ കേരളത്തിലും മഴക്കെടുതി അതിരൂക്ഷമാണ്. കായംകുളത്ത് ശക്തമായ കാറ്റിൽ മരം വീണ് യുവാവ് മരിച്ചു. പുല്ലമ്പാറയിൽ വീട്ടിൽ കുടുങ്ങിയവരെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. ചേർത്തലയിൽ ദേശീയപാതയിലേക്ക് മരം വീണു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപടികൾ കൈക്കൊണ്ടുവരികയാണെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. പക്ഷെ ഇന്നിപ്പോൾ സാമാന്യം നല്ല മഴയാണ് ഉണ്ടായിട്ടുള്ളത്. നല്ല മഴ ഉണ്ടായി എന്ന് പറഞ്ഞാൽ മധ്യകേരളം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇന്നത്തെ. തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴ നല്ലതുപോലെ പെയ്തെങ്കിലും കൂടുതൽ അളവിൽ മഴ പെയ്തിട്ടുള്ളത് എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് മധ്യകേരളത്തിലാണ്. പെയ്ത 1.5 മണിക്കൂറിനിടയിൽ ഒരുപക്ഷെ സമീപ ചരിത്രത്തിലൊന്നുമില്ലാത്തതുപോലെ 1.5 മണിക്കൂറിനിടയിൽ 95 mm മഴയാണ് പള്ളുരുത്തിയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എറണാകുളത്തിന് സമീപം തന്നെയുള്ള കളമശ്ശേരിയിൽ 1.5 മണിക്കൂർ സമയം കൊണ്ട് പെയ്ത മഴയുടെ അളവ് 57 mm ആണ്. സാധാരണ നിലയിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ മഴയാണ്. നമ്മൾ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് വിനീത വിജിയും വിഷ്ണു സുരേഷും അശ്വിൻ പാലാഴിയും ചേരുന്നു. ആദ്യം വിനീത, ഇപ്പോൾ മന്ത്രി കെ രാജൻ പറഞ്ഞതുപോലെ കൊച്ചിയുടെ പടിഞ്ഞാറൻ മേഖലയിൽ അതിതീവ്ര മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കൊച്ചി നഗരത്തിന് പുറത്തേക്ക് കളമശ്ശേരിയിൽ 2.5 മണിക്കൂറിനിടെ പെയ്തത് 150 മില്ലിമീറ്റർ മഴയാണ്. അതൊരു ലഘു മേഘവിസ്ഫോടനത്തിന്റെ സൂചന ഈ രണ്ട് കണക്കുകളും നൽകുന്നുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം, ക്യുസാറ്റിലെ കാലാവസ്ഥാ വിഭാഗം പറയുന്നു. എന്താണ് പള്ളുരുത്തിയിൽ വിനീത നിൽക്കുന്ന ആ മേഖലയിലെ സാഹചര്യം? അവിടെ വീടുകളിലൊക്കെ വെള്ളം കയറി ആളുകളെയൊക്കെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? തോപ്പുംപടിയിലാണ് വിനീത നിൽക്കുന്നത്. വിനീത, വിവരങ്ങൾ. വിജയകുമാർ, ഞാനിപ്പോ നിൽക്കുന്നത് തോപ്പുംപടിയാണ്. ആ മേഖല എങ്ങനെയാണെന്ന് നമ്മളുടെ ക്യാമറമാൻ രാഹുൽ വീസ ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് റോഡാണോ അതോ പുഴയാണോ എന്നൊക്കെ ഒരു സംശയം തോന്നുന്ന തരത്തിലുള്ള വെള്ളക്കെട്ടാണ് ഈ മേഖലകളിലുള്ളത്. ഇതിൽ കൃത്യമായി കാനകൾ വൃത്തിയാക്കാത്തതൊക്കെയാണ് ഇങ്ങനെ അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടുണ്ടാകാൻ കാരണമെന്നും ആരോപണമുണ്ട്. പല മേഖലകളിലും ഇത് തന്നെയാണ് സ്ഥിതി. ഈ 2.5 മണിക്കൂറിനിടെ മഴയൊന്ന് പെയ്തപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ ഈ കഴിഞ്ഞ തവണയൊക്കെ മഴ ശക്തമായപ്പോൾ ഈ നഗരത്തിലെ ചില റോഡുകളിലേക്കൊക്കെയാണ് ഈ വെള്ളക്കെട്ടുണ്ടായതെങ്കിൽ ഇത്തവണ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഭാഗങ്ങളിലേക്കൊക്കെയാണ് ഈ വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നത്. അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട് തന്നെയാണ് പല മേഖലകളിലും ഉള്ളത്. ഈ തോപ്പുംപടി മേഖലയിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഈ റോഡ് ഇങ്ങനെ പൂർണ്ണമായും വെള്ളക്കെട്ടിലാണ്. പല മേഖലകളിലും വെള്ളം കയറിയിട്ടുണ്ട്. സമീപമുള്ള ഫാക്ടറികൾ, കമ്പനികളൊക്കെ ഉണ്ട്. നമുക്ക് അതിനുള്ളിലേക്കൊക്കെ നോക്കുമ്പോൾ ആ ചേട്ടനിപ്പോ ഗേറ്റ് അടയ്ക്കുകയാണ്. ആ മേഖലകളിലേക്കൊക്കെ അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട് ഇങ്ങനെ കയറിയിട്ടുണ്ട്. ഈ മേഖലകളിലെ താഴ്ന്ന വീടുകളിലേക്കടക്കം വെള്ളക്കെട്ടുണ്ട്. നമ്മളോട് ഇതിന് സമീപമാണ് മുണ്ടൻവേലി ഉള്ളത്. ഈ മുണ്ടൻവേലിയിൽ ഈ PNG കോളനി നിവാസികളെ അവരെ അങ്ങോട്ടേക്കാണ് പുനരധിവസിപ്പിച്ചിരിക്കുന്നത്. അവർക്കായി അവിടെ ഫ്ലാറ്റ് GCDA നൽകിയിട്ടുണ്ട്. അവിടെയും വലിയ രീതിയിലേക്കുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട്. അതായത് ഈ മഴ കനത്തതോടെ ഈ ഫ്ളാറ്റുകൾ ചോർന്നൊലിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി. നമ്മൾ അവിടെ പോയിരുന്നു. പല ഫ്ളാറ്റുകൾക്കുള്ളിലും ഇങ്ങനെ വെള്ളം നിറഞ്ഞൊരു അവസ്ഥയാണുള്ളത്. ഇങ്ങനെ മഴ വലിയ രീതിയിലേക്കുള്ളൊരു ആശങ്ക തന്നെയാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് വാഹനങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെ ഏറെ ബുദ്ധിമുട്ടി തന്നെയാണ്. രാവിലെ 2.5 മണിക്കൂറോളം നഗരത്തിൽ മഴ ശക്തമായി തന്നെ പെയ്തു. തുടർന്ന് തൃക്കാക്കര, ഇടപ്പള്ളി, ചങ്ങമ്പുഴ ഭാഗങ്ങളിൽ, കലൂരിന്റെ താഴ്ന്ന ഭാഗങ്ങൾ, തോപ്പുംപടി, ഫോർട്ട് കൊച്ചി മുതലായ മേഖലകളിലേക്കൊക്കെ തന്നെ വെള്ളക്കെട്ടുണ്ട്. ഇപ്പോഴും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ തോപ്പുംപടിയിൽ മഴയ്ക്ക് ശമനമില്ല. ചെറിയ രീതിയിലാണെങ്കിൽ പോലും മഴ ഇങ്ങനെ തുടരുകയാണ്. ഈ ഘട്ടങ്ങളിലൊക്കെ ഈ താഴ്ന്ന മേഖലകളിലാണ് വലിയ രീതിയിലേക്ക് വെള്ളം കയറുന്നത്. ഈ കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം മഴയൊന്ന് കനത്താൽ അതിനുടനെ തന്നെ പല മേഖലകളിലേക്കും വെള്ളം കയറുക പതിവാണ്. പക്ഷേ ഇക്കാലത്ത്, ഈ മഴക്കാലത്ത് അതിനൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് കൊച്ചി കോർപ്പറേഷൻ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ ചില വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പല മേഖലകളിലും ഇപ്പോഴും ഈ വെള്ളക്കെട്ടിലായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഒരു ചേട്ടൻ വെള്ളത്തിലിങ്ങനെ നടന്നു പോവാണ്. രാവിലെ മഴ, വെള്ളക്കെട്ടൊക്കെയാണ്. അതെ, വെള്ളക്കെട്ട് ഭയങ്കര വെള്ളക്കെട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ട്. പുറത്തിറങ്ങാൻ പറ്റില്ല. ഇനി കൈക്ക് സുഖമായിട്ട് കറി മേടിക്കാൻ വേണ്ടി ഇറങ്ങിയത് പുറത്തേക്ക് വേണ്ടി ഇറങ്ങിയത്. മൊത്തത്തിൽ എന്താണ് ഈ കാരണം? ഇങ്ങനെ ഇവിടെയൊക്കെ ഈ വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള ഒരു കാരണം റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം. അത് തന്നെ കാര്യം. അല്ലാട്ടില്ല, നമ്മുടെ കാനകൾ അതിന്റെ വേണ്ട രീതിയിൽ ചെയ്യുന്നില്ല. ആ പ്രവർത്തനം നല്ല രീതിയിൽ ചെയ്യണം. കാനല അഴുക്കുകളൊക്കെ വാരിക്കളയുക, അതൊന്നും ചെയ്യുന്നില്ല. അത് വെള്ളക്കെട്ടിന്റെ മെയിൻ കാര്യം. മഴക്കാലത്തിന് മുൻപ് തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവരുമെന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷെ അതൊക്കെ പാളിപ്പോയോ? അതൊക്കെ പാളിപ്പോയിന്റെ ഇപ്പൊ ഇവിടെ കാണുന്നു. യെസ്, അതെ.
മഴയൊക്കെ നനയാണ്ട് വീട്ടിലേക്ക് വെള്ളം കയറിയോ? വീട്ടിൽ വെള്ളം കയറിയിട്ടില്ല. വിനീത സൂക്ഷിക്കുക, അവിടെ വെള്ളക്കെട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഏതായാലും നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് തൃക്കാക്കരയിലാണ്. അവിടെ മേരി മാതാ സ്കൂളിൽ അവധിക്കാല ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആ സ്കൂളിൽ കുട്ടികളെയൊക്കെ ആ സ്കൂളിൽ നിന്ന് ഇപ്പോൾ മാറ്റുകയാണ്. രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ഉണ്ട്, അവിടുന്ന് അവരെ മാറ്റുകയാണ്. തൃക്കാക്കര നമുക്കറിയാം, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് തുടക്കത്തിൽ, കളമശ്ശേരിയിൽ ഏതാണ്ട് 2.5 മണിക്കൂറിനിടെ പെയ്തത് 150 മില്ലിമീറ്റർ മഴയാണ്. അത് കുസാറ്റിലെ കാലാവസ്ഥാ വിഭാഗം പറയുന്നത് അതൊരു ലഘു മേഘവിസ്ഫോടനമാണ് എന്നതാണ്. കാരണം ചെറിയ സമയത്ത് ഇത്രയും മാരകമായി മഴ പെയ്യുക, അതാണ് ഈ മേഘവിസ്ഫോടനത്തിൻ്റെ സൂചന. അത് ലഘുവായ മേഘവിസ്ഫോടനത്തിൻ്റെ പരിധിയിൽ പെടുത്താവുന്ന മഴയാണ് ഈ തൃക്കാക്കര കളമശ്ശേരി മേഖലയിൽ ഇന്ന് രാവിലെ പെയ്തത്. ഏതാണ്ട് ഒരു 8 മണി മുതൽ 11:30 വരെ കനത്ത മഴയായിരുന്നു. വിഷ്ണു സുരേഷ് ഉണ്ട് വിവരങ്ങളുമായി തൃക്കാക്കരയിൽ നിന്ന്. വിഷ്ണു, ഈ ദൃശ്യങ്ങളിൽ കാണാം, ആ സ്കൂളിൽ നിന്ന് കുട്ടികളെയൊക്കെ മാറ്റുന്നുണ്ട്. ആ മേഖലയിൽ ആകെ വെള്ളക്കെട്ടാണ് എന്ന് വ്യക്തമാണ്. അവിടെ ദുരിതാശ്വാസ ക്യാമ്പൊക്കെ തുടങ്ങേണ്ടി വരും അല്ലേ? വിജയകുമാർ, കനത്ത വെള്ളക്കെട്ടാണ് തൃക്കാക്കര മേരിമാത പബ്ലിക് സ്കൂളിന് സമീപമുള്ള ഈ റോട്ടിൽ. ഇന്ന് പിള്ളേർക്ക് ക്ലാസ് പുനരാരംഭിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് കുട്ടികൾ എത്തിയത്. കനത്ത വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നു. നിലവിൽ ഉച്ചയോടുകൂടി ക്ലാസ് വിട്ടു. പക്ഷേ കുട്ടികൾക്ക് ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടുണ്ട്. നിലവിൽ മാതാപിതാക്കളുടെ സഹായത്തോടു കൂടിയാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത്. ഈ വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ഓടകൾ തിങ്ങി നിറഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം കൊണ്ടാണ്. ആളുകൾ ഇങ്ങോട്ടേക്ക്, കുട്ടികളും ഇങ്ങോട്ടേക്ക് മറ്റു വഴികളിലൂടെ പോകുന്നതിനും ബുദ്ധിമുട്ടുകളുണ്ട്. അവിടെയും വെള്ളം കയറി കിടക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും എത്രത്തോളം വെള്ളം ഇവിടെ ഉണ്ട് എന്ന്. ഒരാൾ പൊക്കത്തിലേക്ക് വെള്ളം എത്തുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. നിലവിൽ കുട്ടികളെ എല്ലാവരും തന്നെ ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്. അതിനുള്ള നടപടികളൊക്കെ ആരംഭിച്ചു. മാതാപിതാക്കൾ ക്ലാസ് കഴിഞ്ഞു. പക്ഷേ മഴയായതുകൊണ്ട് അല്ലെങ്കിൽ വെള്ളക്കെട്ടായതുകൊണ്ട് പുറത്തിറങ്ങാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായി. നിലവിൽ അത് മാറിയിരിക്കുന്നു. പക്ഷേ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കുട്ടികളെ എല്ലാവരും പുറത്തിറക്കാനുള്ള നടപടിയിലേക്ക് കടക്കുകയാണ്. ഈ പ്രദേശത്ത് ഒരു തോടുണ്ട്. ആ തോട് കരകവിഞ്ഞൊഴുകിയതാണ് ഇത്തരത്തിൽ ഈ വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്ന് മാതാപിതാക്കൾ പറയുന്നുണ്ട്. എല്ലാ വർഷവും ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഇവിടെ രൂപപ്പെടാറുണ്ട്. തൃക്കാക്കരയിൽ നിലവിൽ ഏകദേശം 2 ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. ആ ക്യാമ്പുകളിൽ വലിയ ആളുകൾ പലയിടങ്ങളിലായി എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ ഭീഷണിയൊക്കെ നേരിടുന്ന ഒരു പ്രദേശമാണ് തൃക്കാക്കരയിലെ കിഴക്കൻ പ്രദേശങ്ങൾ. ആ മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് എത്തുന്നത്. കടുത്ത വെള്ളക്കെട്ട് ഈ മേരിമാത പബ്ലിക് സ്കൂളിന് സമീപത്തുണ്ട്. ഇവിടുത്തെ വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോയി നോക്കാമെന്ന് കരുതുന്നു. ഇങ്ങോട്ട് പറമ്പുകളിലൊക്കെ വെള്ളം കയറി കെട്ടിക്കിടക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്ന ഈ തോടുകളിൽ വെള്ളം, അല്ലെങ്കിൽ വീടിനോട് സമീപമുള്ള ഈ തോട്ടിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. വീടുകളുടെ അകത്തേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം നിലവിൽ ഈ മേരിമാത സ്കൂളിന് സമീപമുണ്ട്. അതൊരു കുറച്ച് നിശ്ചിത സ്ഥലത്തേക്ക് മാത്രമാണ് ഇവിടെ ഉള്ളത്. കുറച്ച് സ്ഥലത്തേക്ക് ആ റോഡിന് നടുക്കുകൂടെ യാത്ര ചെയ്യുക, നടക്കുക. കാരണം ആ റോഡിന്റെ എനിക്ക് തോന്നുന്നു 2 ഭാഗത്ത് എവിടൊക്കെയോ ഓടകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച നടുക്കൂടെ മാത്രം നടക്കുക. നല്ല കലങ്ങിയ വെള്ളമാണ്, വഴിയൊന്നും കാണത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് നടക്കുക, നടുക്കൂടെ നടക്കുക. വിഷ്ണു, വിജയകുമാർ, നിലവിൽ ഇവരോട് ഭയങ്കര വെള്ളക്കെട്ടാണോ അവിടെയൊക്കെ? കനത്ത വെള്ളക്കെട്ട് ഇവിടെ എല്ലായിടത്തും ഉണ്ട്. കുട്ടികളെ എല്ലാവരും മാതാപിതാക്കൾ എത്തി നിലവിൽ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒപ്പം തന്നെ ഈ പ്രദേശത്തെ വീടുകളിൽ ഉൾപ്പെടെ പറമ്പുകളിലേക്ക് ഉൾപ്പെടെ എല്ലാം വെള്ളം ഇരച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് ഇതിന്റെ പശ്ചാത്തലം എന്ന് നമുക്ക് അറിയുന്നത് ഈ മെട്രോയുടെ പ്രതിസന്ധിയാണ്. മെട്രോയുടെ പാലവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായി ഇവർ ഉയർത്തിക്കാട്ടുന്നത്. ഈ വീടിന്റെ ഏകദേശം പൂർണ്ണമായും തന്നെ ഈ മെട്രോ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇതുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുക്കൻ ഈ ജനങ്ങൾ മുഴുക്കൻ അനുഭവിക്കുന്നത്. ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പിന്മാറി. പഴയ കൽബട്ട് അതേപോലെ തന്നെ ഒതുക്കി അതിന്റെ നടുക്കൊരു ഭീമുണ്ട്. ഇതൊന്നും ചെയ്യാൻ നോക്കാൻ ആരുമില്ല. അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം മെയിൻ ഈ വെള്ളക്കെട്ടിന്റെ മെയിൻ പ്രധാന പ്രശ്നം മെട്രോയുടെ ഈ അയ്യനാട് കൊടുത്ത പാലം. ആ പാലം ഒതുക്കി ചെയ്തതിന്റെ ഒറ്റ കാരണമാണ് ഈ ജനങ്ങൾ മുഴുവൻ അറിയിക്കുന്നത്. മെട്രോക്കെതിരെയാണ് നിലവിൽ ആളുകൾ ആക്ഷേപം ഉന്നയിക്കുന്നത്. മെട്രോയുടെ പാലം കൃത്യമായി പണിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ വെള്ളം വീതിയില്ലാതെ പണിതു എന്നുള്ളതാണ് പ്രതിസന്ധിക്ക് കാരണം. ഈ വീടുകളിലേക്ക് ഉൾപ്പെടെ നിരവധി തവണ വലിയ നഷ്ടം ഈ ആളുകൾക്കൊക്കെ സംഭവിക്കുന്നുണ്ട്. ആളുകളോടൊക്കെ മെട്രോയുടെ പരാതിയൊക്കെ നിരവധി തവണ പറഞ്ഞെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ആളുകൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. വിജയകുമാർ.
യെസ്, ഇപ്പോൾ വിഷ്ണു വിവരങ്ങൾ നൽകുന്ന തൃക്കാക്കര, അതിൻ്റെ ഒരു ഭാഗത്താണ് ഡോക്ടർ ലീലാവതി ടീച്ചറിൻ്റെ വീട്. ടീച്ചറിൻ്റെ വീട്ടിൽ വെള്ളം കയറി എന്ന് മാത്രമല്ല, ടീച്ചറിൻ്റെ വിപുലമായ ഒരു ഗ്രന്ഥശേഖരം, ഒരു പുസ്തക ശേഖരമുണ്ട്, അത് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. അവിടെ ആളുകളൊക്കെ എത്തി അതൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് വൈകാതെ ആ വീട്ടിലേക്ക് എത്താൻ കഴിയും. ഇത് ഈ തൃക്കാക്കര ഭാഗത്ത് സ്കൂളിൻ്റെ പരിസരത്താണ് ദൃശ്യങ്ങൾ. വീടുകളിലെ വെള്ളമൊക്കെ ആളുകൾ കോരി ഒക്കെ മാറ്റുന്നുണ്ട്. മോട്ടോറൊക്കെ വെച്ച് വെള്ളം അടിച്ച് അവിടെ വെള്ളക്കെട്ട് ഒഴിവാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് ഇപ്പം മഴ കുറഞ്ഞു നിൽക്കുന്നുണ്ട്, പക്ഷേ മഴ വീണ്ടും ഉണ്ടാകുമെന്നൊരു സൂചന, എന്നൊരു മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒട്ടുമിക്ക ജില്ലകളിലും സാമാന്യം കനത്ത മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നമ്മൾ കോട്ടയത്തേക്കൊന്ന് പോകുന്നു. അവിടെ ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും. കോട്ടയത്ത് അടിച്ചിറയിലാണ് ടോബി ഉള്ളത്. ടോബി, കോട്ടയത്തും ഇന്ന് രാവിലെ മുതൽ കനത്ത മഴ പെയ്യുകയാണ്. നേരത്തെ അല്പസമയം മുമ്പ് കാണുമ്പോഴും അവിടെ മഴ തുടരുന്നുണ്ട്. എന്താണ് കോട്ടയത്തെ വിവരങ്ങൾ? അവിടെയും വെള്ളക്കെട്ട്, മീനച്ചിലാറ് കരകവിയുന്ന വെല്ലുവിളി പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. വിജയകുമാർ, തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റെഡ് അലേർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഇത്തരത്തിലുള്ള ഒരു വെള്ളക്കെട്ടോ അല്ലെങ്കിൽ മറ്റ് മഴക്കെടുതികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ സാഹചര്യം വ്യത്യസ്തമാണ്. ഇന്ന് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അടിച്ചിറ ഭാഗത്തെ വെള്ളക്കെട്ടാണ്. MC റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. MC റോഡിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ വെള്ളക്കെട്ട് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആപ്പാഞ്ചിറ ഭാഗത്തേക്ക്, അതായത് എറണാകുളം റൂട്ടിലേക്ക് പോയാൽ അവിടെയും സമാനമായ രീതിയിൽ പല സ്ഥലങ്ങളിലും കുറുപ്പന്തറ, അതുപോലെ തന്നെ കുറവിലങ്ങാട് പോലെയുള്ള മേഖലകളിലൊക്കെ വഴിയിൽ വെള്ളക്കെട്ട്, പെരുവ ടൗണിൽ വെള്ളം കെട്ടി നിൽക്കുന്നു എന്നുള്ള വിവരം നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിരുന്നു. പാലായിൽ മുത്തോലി ഭാഗത്ത് റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടപ്ലാമറ്റത്തെ ടെക്നിക്കൽ സ്കൂളിൽ വെള്ളം കയറി എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അത് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്നിരുന്നാലും ആ പ്രദേശങ്ങളിലുള്ളവർക്കെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു ചെറിയ റോഡാണ്, ഒരു ഇടവഴിയാണ്. ആ ഇടവഴിയിൽ നിന്നും രാവിലെ, നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം 1 മണിക്കൂർ ആകാറായി, അപ്പോൾ മുതൽ അവിടെ ശക്തമായിട്ടുള്ള വെള്ളം വഴിയിലേക്ക് ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ 6:30 മുതൽ തുടങ്ങിയ മഴയാണ്. ഇതുവരെ അതിന് ശമനമുണ്ടായിട്ടില്ല. ഇന്നലെ രാത്രിയിലും പല മേഖലകളിലും ശക്തമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. റോഡുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, അടിച്ചിറയിലാണ്. അവിടുത്തെ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സംക്രാന്തി ഭാഗത്ത് നിന്നപ്പോഴും അവിടെയും സമാനമായ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഇപ്പോൾ എറണാകുളം ഭാഗത്തേക്കാണ് യാത്ര ചെയ്യുന്നത്. ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ മഴയുണ്ട്. ജില്ലയുടെ എല്ലാ പ്രദേശങ്ങളിലും മഴ പെയ്യുന്ന കാഴ്ച തന്നെയാണ് രാവിലെ മുതൽ തന്നെ കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്നെല്ലാം വരുന്ന റിപ്പോർട്ടും അത് തന്നെയാണ്. ജാഗ്രതാ നിർദ്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ റെഡ് അലേർട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നൽകിയിരുന്നു. ആ ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും തന്നെ പിൻവലിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. തീക്കോയി കിഴക്കൻ മേഖലയിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. അതൊരു ആശങ്കയായിട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയാണ്. റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുമ്പോഴും ശക്തമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള മഴ കോട്ടയത്ത് നിന്നാണ് വിവരങ്ങൾ നൽകിയത്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒട്ടുമിക്ക ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ്. ഇപ്പോഴും ഏതാണ്ട് രാവിലെ ഒരു 6 മണി 7 മണി സമയത്ത് തുടങ്ങിയ മഴയാണ്. അത് ശക്തി കുറഞ്ഞിട്ടുണ്ട് എറണാകുളം അടക്കമുള്ള മേഖലകളിൽ. പക്ഷേ ഈ മഴ തുടരുന്നുണ്ട്. വെള്ളക്കെട്ട് രൂക്ഷമാണ്. അടുത്ത 3 മണിക്കൂറിൽ ഈ മഴ ശക്തി പ്രാപിക്കും എന്നാണ് അറിയുന്നത്. ചില കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് മൺസൂൺ മേഘങ്ങൾ കേരളത്തിന് മുകളിൽ എത്തിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ അത് കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഒട്ടുമിക്ക ഈ സ്വതന്ത്ര കാലാവസ്ഥാ നിരീക്ഷകരും മൺസൂൺ കേരളത്തിൽ തുടങ്ങി, വളരെ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സൂചനയാണ് ഈ കനത്ത മഴ എന്ന് അറിയിക്കുന്നുണ്ട്. അതൊരു പക്ഷേ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അല്ലെങ്കിൽ വിഭാഗമൊക്കെ അത് അടുത്ത ദിവസങ്ങളിലെ സ്ഥിരീകരിക്കൂ. ഏറെക്കുറെ മൺസൂണിന് സമാനമായ മഴ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഇന്ന് രാവിലെ മുതൽ പെയ്യുന്നുണ്ട്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.